മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അങ്ങനെ പരിസ്ഥിതിയെയും ജനങ്ങളെയും കേൾക്കാതെ അതിവേഗ റെയിൽപാത എന്ന പദ്ധതിക്ക് പിന്നാലെ ഒരു സ്വപ്ന പദ്ധതി നടപ്പാക്കാൻ വേണ്ടി സർക്കാർ കാണിച്ച ഒരു ഭരണകൂടം കാണിച്ച വ്യഗ്രതയ്ക്കാണ് ഇപ്പോൾ അന്ത്യം കുറിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യന് വഴി കൊണ്ട് നടക്കാൻ മേലുണ്ടായാലും റെയിൽ പദ്ധതി, സിൽവർ ലൈൻ പദ്ധതി, LDF സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതി, സ്തംഭിച്ചു പോയ പദ്ധതി, അത് ഡീനോട്ടിഫൈ ചെയ്തുകൊണ്ട് പദ്ധതി റദ്ദാക്കിക്കൊണ്ട് തീരുമാനം എടുത്തിരിക്കുകയാണ് UDF സർക്കാർ അധികാരത്തിലേറി 3-ാം ദിവസം. അപ്പോൾ അന്ന് വലിയ ജനകീയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിലൊക്കെ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് പോയി തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വേദിയിൽ അന്നത്തെ മുഖ്യമന്ത്രി പോയി നിന്ന് ഈ പ്രതിഷേധങ്ങളൊക്കെ നടന്ന ശേഷം ജനങ്ങളോട് പറയുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും കേരളയിൽ വരും കേട്ടോ എന്ന്. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിൽ ഉണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ, അതാ കഴിവ്. അപ്പോ മെട്രോ, എയർറെയിൽ, വാട്ടർ മെട്രോ, ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ്. ഒരു നില മെട്രോ, നേരെ നില എയർറെയിൽ, ആ ഒരു സ്റ്റേഷനും ഇവിടെയാണ് വരാൻ പോകുന്നത്. വേറെന്തെങ്കിലും നല്ല ജോലി ചെയ്ത് ജീവിക്കണോ, വെറുതെ ഒരു മനുഷ്യായുസ് കളയാതെ. സർക്കാരിന്റെ ഇത്തരം ന്യായീകരണങ്ങളെ ജനം പുച്ഛിച്ചു തള്ളുന്നതാണ് അന്നും ഇന്നും കാണുന്നത്. അപ്പോൾ കേരളയിൽ വരും കേട്ടോ എന്ന പരാമർശത്തിന് ഇന്ന് വരില്ല കേട്ടോ എന്ന് എല്ലായിടത്തു നിന്നും സോഷ്യൽ മീഡിയയിലും പുറത്തുമൊക്കെ ജനങ്ങൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യന് മനഃപൂർവ്വം ചതിക്കുന്നതിനേക്കാൾ വലിയൊരു നീചപ്രവൃത്തി ഈ ലോകത്ത് വേറെ ഇല്ല. സത്യസന്ധമായി അധ്വാനിച്ച് നേടുന്നതേ നിലനിൽക്കൂ. ഈ പരാമർശങ്ങളോടും ഈ കണക്കുകൂട്ടലുകളോടും വിചിത്രമായ കണക്കുകൂട്ടലുകളോടും കൂടിയാണ് കേരളം കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയക്കാർ നാടിനെ സേവിക്കുമ്പോ നാടിന്റെ തലയെഴുത്ത് തേയും. അത് കേരളത്തിന്റെ വിധി.